സവാള കീരി കിരി കിരി എന്ന് പറഞ്ഞ പോലെ മുട്ട കീറി കീറി. ഉണ്ണി ഈ വിളി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യാ, പറയരുത്. കേട്ടിട്ടുള്ളവർ താഴെ കമന്റ് ചെയ്യണം. മുട്ടയിടുന്ന കണ്ടോ? ആര്? കൊച്ചമ്മ മുട്ടയിടുന്നു. നമസ്കാരം, എല്ലാവർക്കും ദേവി ചന്ദന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ആംബിയൻസിലാണ് നിൽക്കുന്നത്. അടുക്കള മാറി. അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ഞങ്ങളുടെ തറവാട്ടിലാണ്. അപ്പം ഇന്ന് വ്യത്യസ്തമായ ഒരു അടുക്കളയും വ്യത്യസ്തമായ ഒരു വിഭവവും വ്യത്യസ്തമായ ഒരു ഷെഫിനെയുമാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത്ര നാളും അമ്മമാരുടെ വിഭവ സമൃദ്ധങ്ങളും പിന്നെ എൻ്റെ മണ്ടത്തരങ്ങളും ഒക്കെ ആയിരുന്നു, പരീക്ഷണങ്ങളായിരുന്നു. ഇന്ന് വളരെ വ്യത്യസ്തമായ, നമ്മൾ കേട്ടിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ കേൾവി കുറവായിരിക്കും, ആൾക്കാർ കേട്ടിരിക്കുന്ന കുറവായിരിക്കും. അങ്ങനെ കേട്ടിട്ടുള്ള സാധനമല്ല. ഞങ്ങൾ പക്ഷേ ആദ്യം കേൾക്കുന്ന കൊച്ചമ്മയുടെ അടുത്തുനിന്ന്, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പിന്നെ ഇനി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. വലിയ വലിയ ഷെഫുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ മാസ്മരിക ഡിഷ് ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഓവർ ടു കൊച്ചമ്മ. ഇന്ന് കൊച്ചമ്മയുടെ വളരെ വ്യത്യസ്തമായ ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ത് അവിയലാന്ന് കൊച്ചമ്മ തന്നെ പറയും. ഇത് ഞങ്ങളുടെ കൊച്ചമ്മ. കൊച്ചമ്മയുടെ പേര് ശ്രീദേവി എന്നാണ്. കൊച്ചമ്മ എന്ന് പറയുന്ന പറ്റില്ല, ഞങ്ങളുടെ നമ്മൾ പറയില്ലേ പുറത്തുനിന്ന് എടുത്ത ആളല്ലേ, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ ആൾ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇനി കൊച്ചമ്മ സംസാരിക്കും. എന്താ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്? മുട്ട അവിയൽ. മുട്ട അവിയൽ, അതാണ്. വെജിറ്റേറിയൻസ് ബിവെയർ. നമ്മൾ അവിയൽ മാത്രം നമ്മളുടെ വെജിറ്റേറിയൻസിന്റെ മാത്രം സ്വന്തം എന്ന് അഹങ്കരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ ഇതാ ആ ധാരണ തിരുത്തി കുറിച്ചുകൊണ്ട് മുട്ട വന്നിരിക്കുകയാണ്. അതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വൈറ്റമിൻ എന്താണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു അവിയലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് ആവശ്യമായ സാധന സാമഗ്രികൾ ആദ്യം കൊച്ചമ്മ പരിചയപ്പെടുത്തും. എന്തൊക്കെ വേണം? ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് വേണം. പച്ചമുളക് വേണം. മുരിങ്ങയ്ക്ക. ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം പറഞ്ഞില്ല, മുട്ട. അത് അവസാനം ചേർക്കത്തുള്ളൂ. അത് വേവിച്ച് അത് വെന്ത് കഴിയുമ്പം ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ വെന്ത് അരപ്പ് ചേർക്കുമ്പോഴേ മുട്ട ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉടഞ്ഞ് നശിഞ്ഞ് നാറാണക്കല്ലോ. ഇപ്പൊ 4 മുട്ടയല്ലേ? 5 മുട്ട ഉണ്ടോ? ഇല്ലല്ലോ. മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന കണ്ടപ്പോ തിന്നാനൊരു കൊതി. ഇരിപ്പുണ്ട്. എനിക്കറിയാം. കൊച്ചമ്മയ്ക്കും അറിയാം, താനങ്ങനെ ചോദിക്കൂ. അതാണ്. അപ്പൊ നമുക്ക് ഇതിനാവശ്യമായ, നമ്മളൊന്ന് നോക്കി, എനിക്ക് ഇവിടെ വരുമ്പോൾ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമായിട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ നോൺ സ്റ്റിക്കും ഭയങ്കര ഹൈടെക് പാത്രങ്ങൾ, പക്ഷെ ഇവിടെ എല്ലാം കൽച്ചട്ടിയിലാണ്. കൊച്ചമ്മയുടെ സ്പെഷ്യൽ കൽച്ചട്ടിയാണ്. ഇതിനൊരു ടേസ്റ്റ് കൂടും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും വെളിച്ചെണ്ണ ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു. വലിയ പാത്രം കാണിക്കുന്നില്ല. വലിയ പാത്രം കാണിക്കത്തില്ല, അത് വളരെ സ്പെഷ്യലാ. അതായത് ഇവിടെ കൊച്ചമ്മ പൊടികളെല്ലാം മഞ്ഞൾ മേടിച്ച് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് പൊടിച്ച് എടുക്കണം. അത്രയും മെനക്കേടാണ്. കടയിൽ നിന്ന് മേടിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം അങ്ങനെയാണ് കേട്ടോ. മുളകാണെങ്കിലും മുളക് മേടിച്ച് പൊടിച്ച് എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഇനി മഞ്ഞപ്പൊടി ഇട്ടു, വെള്ളം ഒഴിച്ചു. ഇനി പ്രധാന ഇനത്തിലേക്ക് കിടക്കുകയാണ്, അടുപ്പ് കത്തിക്കുക. യെസ്, ഓക്കെ, സെറ്റ്. എന്തൊക്കെ ഇടുന്നേ? ഇനിയിപ്പോ ഇടേണ്ടത് കറിവേപ്പില. പറഞ്ഞിട്ടിടാം കേട്ടോ, ഞങ്ങൾക്ക് അറിയത്തില്ല. കരിവേപ്പില ഇടും. എല്ലാം കൂടെ പറക്കി ഇട്ടു. ശാബാഷ്. ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ ആട്ടോ. ഇതെല്ലാം നമ്മുടെ ഓർഗാനിക്, നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. തോട്ടത്തിലുണ്ടാവുന്നതാണ്, പച്ചക്കറി തോട്ടത്തിൽ. അതാണ്. പിന്നെ ഉപ്പിടും. ഉപ്പ് ഇങ്ങനെയൊക്കെ നമ്മള്, ഞാനൊക്കെ ഇട്ട ഉപ്പ് കൂടിയിട്ട് വായി വെച്ച് കൊള്ളും. ഇവരൊക്കെ കൈക്കണക്കാണ്. എൻ്റെ അമ്മ എങ്ങനെ ഇടുന്ന കാണാം. എനിക്ക് കൈ കൊണ്ടിട്ട് നമ്മള് മറ്റേ ടേബിൾ സ്പൂൺ പറയുമ്പോൾ ഉടനെ മറ്റേ കടയിൽ നിന്ന് വെച്ച് ടേബിൾ സ്പൂൺ, അതിന്റെ 1/4 ടീസ്പൂൺ, അതിന് 1/4 അളന്നതുണ്ട്. എന്നിട്ട് വല്ലതും വെച്ചിട്ട് കൊള്ളാവോ? അതുമില്ല. അപ്പൊ ഇനി നമ്മള് ഗ്യാസാക്കി അടച്ചു വെക്കണം. ഓക്കെ, സെറ്റ്. അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് ഇനി വേകാനുള്ള ഉരുളക്കിഴങ്ങും തേങ്ങ ഉള്ളി ഇച്ചിരി ഒരു തുള്ളി ജീരകം ഇട്ട് കരിവേപ്പില ഇടും. കുഞ്ഞുള്ളിയല്ലേ? മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകത്തില്ല, കുറച്ചരയ്ക്കും. ശരി, ഓക്കെ, അരയ്ക്കാം നമുക്ക്. ഈ നാളികേരം ഈ അരയ്ക്കുന്ന കറിയുണ്ട്, പയറ് കറി, ഈ ജീരകം കൂട്ടി അരയ്ക്കുന്നത്, അതിനൊരു പ്രത്യേക സ്മെല്ല, ഒരു ബ്യൂട്ടിഫുൾ സ്മെല്ലാണ്.
തുറന്നു നോക്കണോ ഇടയ്ക്ക്? സ്മെല്ല് വരുമ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത്. ഈ നമ്മൾ ഈ കുക്കറിന്റെ അകത്തെ പരിപാടി ആയതുകൊണ്ടേ വേഗമാവും. വേഗം ഇത് വേഗമാവോ? ഇത് പതുക്കല്ലേ ആവൂ? ഇത് നമ്മൾ കൽച്ചട്ടിയും കൂടെ ആയതുകൊണ്ട് ഇത് ആദ്യം കൽച്ചട്ടി ചൂടാവണം. ഈ നമ്മുടെ പാത്രം ചൂടെന്ന് പറഞ്ഞ സാധനമുള്ളൂ, പാത്രം, അത് ഇനി അത് വന്ന് പാത്രം ചൂടായി അതിനകത്ത് ചൂടായി. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, സൂപ്പറാണ്. അപ്പൊ നമ്മള് മുട്ട പീസാക്കാണ്. ഓക്കെ, മുട്ട പീസ്. സവാള കീറി കിരി കിരി എന്ന് പറഞ്ഞ പോലെ മുട്ട കീറി കിരി ഇടുകയാണ്. ഇതിൽ ശരിക്കും എന്താ പറയണ്ടേ, പ്രോട്ടീൻ അങ്ങനെ തന്നെ ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, മറ്റേ ഇച്ചിരി ഫാറ്റും ഉണ്ട്. കാരണം നമ്മൾ യോക്കും എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ലതാണ്. ശരിക്കും മുട്ടയുടെ മഞ്ഞ കഴിക്കാം, ഒരു ഹോൾ എഗ് കഴിക്കാം. അങ്ങനെ വന്നു. മറ്റത് കൊളസ്ട്രോൾ ആണ്, അങ്ങനെ കൊളസ്ട്രോൾ 5 എണ്ണം തിന്നരുത്, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഹോൾ എഗ് കഴിക്കണം എന്നാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിച്ചു. മുട്ട വേല ഇത് എന്തായാലും പരീക്ഷിക്കണം. ഞാൻ ഇവിടെ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു മുട്ട ഇതെന്തായിരുന്നു? മാങ്ങ. ഇവിടെ അങ്ങനെ പറയരുത് പ്ലീസ്. മാങ്ങ ചക്ക, മാങ്ങയും ചക്ക. അതായത് ഇവിടെ തമ്പാച്ചോട്ടി വരുമ്പോ ഒരു ചെറിയ കൊച്ചമ്മയുടെ ഒരു കഥ പറഞ്ഞോട്ടെ. അതായത് മാങ്ങ സീസൺ ആകുമ്പോഴും ചക്ക സീസൺ ആകുമ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ചെറുതായിട്ടൊന്നും മടിക്കും. അല്ലല്ല, അത് ഇവിടെ നിന്ന് മാത്രല്ല ഏത് വീട്ടിൽ ചെന്നാലും ചക്ക മാങ്ങ ആയിരിക്കും. പച്ച മാങ്ങ ആയി തുടങ്ങുമ്പോ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്, ഇച്ചിരി വലുത് കഴിഞ്ഞാൽ മാങ്ങ അച്ചാർ, മാങ്ങാ കറി. അത് ഇച്ചിരി കൂടെ വലുതായി ഒരു ചെനച്ച ഭാഗമൊക്കെ ഒരു നല്ല പഴുപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മാങ്ങ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ മുളകും വെളിച്ചെണ്ണ ഒഴിച്ച് ചോറിന്റെ കൂടെ പഴുത്ത മാങ്ങ നല്ല പഴുക്കില്ല, നല്ല നല്ല പൾപ്പെടുത്ത് ജ്യൂസ് ആക്കും. അതും കഴിഞ്ഞിട്ട് വരട്ടിയെടുത്ത് ഞങ്ങളുടെ കലവറ ഇതിനകത്ത് പൾപ്പില്ലേ പൾപ്പെടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. നമ്മള് കള്ളത്തിൽ പറയുന്നില്ല ഇത്. പക്ഷെ ഇമ്പോർട്ട് ചെയ്യും എക്സ്പോർട്ട് ചെയ്യും. അതാണ് നമ്മൾ വിദേശങ്ങളിലൊക്കെ ആയിട്ടുള്ളത്. അതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ഉള്ളിയും മുളകും ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സൂപ്പർ സാധനം കേട്ടോ. ഇത് നമുക്ക് വേറൊരു ബ്ലോഗ് ചെയ്യാവുന്നതാണ്. ഒരു സ്കോപ്പ് ഉള്ള സാധനമാണ്. നമ്മള് ഈ പിഴിയുന്ന മാങ്ങ എന്ന് പറയും, എന്താ പറയണേ, ഈ പുളിശ്ശേരി മാങ്ങ എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ 3-4 വരട്ടി വെക്കും. കണ്ടോ, ഇതിങ്ങനെ വരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മള് മാങ്ങ സീസൺ കഴിഞ്ഞാലും ഇവിടെ മാങ്ങ പുളിശ്ശേരി കിട്ടും. അതാണ് നമ്മള് മാങ്ങ. ഇതിപ്പോ സീസണൽ സമയം, ചൂട് സമയത്തല്ലേ നമുക്ക് മാങ്ങ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ വന്നാൽ നിങ്ങള് മെയ്യിൽ വന്നാലും ജൂണിൽ വന്നാലും ഓഗസ്റ്റിൽ വന്നാലും ഡിസംബറിൽ വന്നാലും ജനുവരിയിൽ വന്നാലും നമുക്ക് ഇവിടെ മാങ്ങ പുളിശ്ശേരി. കാരണം ഇതൊരു ഭയങ്കര അധ്വാനം കേട്ടോ. ഇതിന് കൊച്ചമ്മയും കൊച്ചനും കൂടി ഇരുന്ന് മാങ്ങ ശരിക്കും ഇത് കൈ കൊണ്ട് തന്നെ പിഴിയണം. കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ഇതിന്റെ പൾപ്പെടുത്ത് അതിന്റെ തൊലിയിൽ കാണും മിച്ചം, അതും പിഴിയും, അതും വടിച്ചെടുത്ത് വരട്ടി ഒരു ദിവസത്തെ പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് പറയും, മക്കളെ കൈവേദന. ജ്യൂസ് ഉണ്ടാക്കിയതാണ്, മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയതാ കൈവേദനിച്ച. എവിടെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഇപ്പൊ കേട്ടിട്ടില്ലേ? കൽച്ചട്ടയില് മുട്ടാവികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. അത് ഇവിടെ എനിക്ക് തോന്നുന്നു പപ്പൻ ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ദുബായിലാണ്. മൂത്ത ചേട്ടൻ ദുബായിലാണ്. അപ്പൊ അവരുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും കൊച്ചമ്മ ഈ വിഭവ സമൃദ്ധം ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി പരീക്ഷിക്കും. മുട്ടാവിയലിന്റെ ഫാൻസ് ഒരുപാടുണ്ട്. അപ്പം ഭയങ്കര ഫാൻസ് ഫോളോയിങ്സ് ആണ് കൊച്ചമ്മയുടെ മുട്ടാവിയൽ. ഓർമ്മ ശരിയാണെങ്കിൽ കൊച്ചമ്മല്ലേ ഉണ്ടാക്കത്തുള്ളൂ മുട്ടാവിയൽ. വേറെ ഞങ്ങൾ കേട്ടിട്ടില്ല, വീട്ടിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീദേവി സ്പെഷ്യൽ മുട്ടാവിയൽ അല്ലെ. ആരാണൊക്കെ വന്നിട്ട് പപ്പൻ ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ മസ്കറ്റിന്ന് വന്നപ്പോ ഞങ്ങള് തള്ളിയതല്ല കേട്ടോ. അവര് വന്നിട്ട് പറഞ്ഞു പല അവിയലും അവരുണ്ടെങ്കിൽ ഇതിന് താരം കമന്റ് ചെയ്യണേ, അവരിത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ശരിയാണ്, നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് മീൻകറി ഒക്കെ പറയത്തില്ല. ഇപ്പൊ ശരിയാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പഴയ രീതിയിൽ ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അമ്മമ്മയൊക്കെ പറയുന്നത് തീയല്, മീൻകറി, ഇതൊക്കെ തലേദിവസം ഇതൊക്കെ തലേദിവസം ആക്കിയിട്ട് ഇതുപോലെ കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസം എടുക്കും. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും ചട്ടിച്ചോറ്, ചട്ടിക്കകത്ത് പഴയ ഇപ്പൊ ഡ്രസ്സുകൾ എടുത്തു കഴിഞ്ഞാലും ലൂസ് പാൻസ്, മറ്റേതെല്ലാം ടൈറ്റ് ഫിറ്റ്, സ്കിൻ ഫിറ്റ് ഒക്കെ മാറി ബാഗി. അപ്പൊ അത് പറഞ്ഞ പോലെ നമ്മളും പുതിയതായിട്ട് ഈ ലോകത്തൊന്നും ഉണ്ടാവുന്നില്ല. ഒരു ഫാഷനും ഉണ്ടാവുന്നില്ല, ഒരു ഫുഡും ഉണ്ടാവുന്നില്ല, ഒന്നും ഉണ്ടാവുന്നില്ല. ഇതൊരു സർക്കുലേഷൻ മാത്രമാണ്, സൈക്കിളാണ്. അപ്പം വെന്തില്ലേ നമ്മുടെ വെന്തപ്പം മാങ്ങയും ഇട്ടു.
എത്ര എന്തോരം ഇടണം? ഇച്ചിരി ഇട്ടാ മതി, ഒരുപാട് ഇടണ്ട. ഒരു 2-3 പീസ്. 2-3 പീസ് മാങ്ങ ഇട്ടു. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം. ഓക്കെ. അത് തേങ്ങയും ജീരകവും കൊച്ചുള്ളിയും പിന്നെ കറിവേപ്പില അല്ലേ? അതെ അതെ. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ ഒരു 2 അടി അടിച്ച് അരപ്പ് പരുവാക്കി ചേർക്കും. ഇനി ബാക്കി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഓടയാണോ അല്ലേ? ഇത് ഓടയാണ്. അതായത് ഇച്ചിരി നല്ല വേവ് ഉള്ള ഉരുളക്കിഴങ്ങാണ്. നമ്മൾ ഉടയ്ക്കാൻ ഇച്ചിരി പാട് വിടും. അതുകൊണ്ടാണ് എന്നെ പോലെ ആൾക്കാർ കുക്കർ ഉപയോഗിക്കുക. ചട്ടി പക്ഷെ വേറൊരു പേരുണ്ട് കേട്ടോ. ഇത് വേറെ ടേസ്റ്റ് വേറെ, അത് പറയാതെ വയ്യ. കൽച്ചട്ടി, മൺകലം, കൂജ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാച്ചുറൽ കുക്ക് വെയർസാണ്. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില, ഓർഗാനിക് കറിവേപ്പില അങ്ങോട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി തരും. ഇളക്കാൻ എടുക്കണം. അതെന്നറിയാമോ ചട്ടിയിൽ എനിക്ക് എത്ര വശം? അയ്യോ കുഴപ്പമില്ല, ചട്ടിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് എന്നിട്ട് മുട്ട അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യും. അതങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കും. മുട്ടയിടുന്ന കണ്ടോ? ആര്? കൊച്ചമ്മ മുട്ടയിടുന്നു. പരീക്ഷ കിട്ട മുട്ടയാ, പിന്നെ നമ്മളിപ്പോഴും കണ്ടോ മുട്ടയെല്ലാം ഇട്ട് നല്ല മുട്ട. ഇനി ഇളക്കണോ? ഇനി കൊച്ചമ്മ ഇളക്കാം. അല്ലേ ഇതെല്ലാം ചിലപ്പോഴേ ഇങ്ങനെ ഇരിക്കും. അല്ല, അത് ഉണ്ണിയൊക്കെ മിക്സ് ആവണം. ആണോ? ഉണ്ണിയും അരപ്പും ഒക്കെ ആയിട്ട് താതാക്യം. ഉണ്ണി ഈ വിളി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യാ, പറയരുത്. കേട്ടിട്ടുള്ളവർ താഴെ കമന്റ് ചെയ്യണം. ഉണ്ണി വന്നു. ഉണ്ണി വാ സെറ്റ്. ലാസ്റ്റ് ഫൈനൽ ശരി. അവിയലിന്റെ സ്പെഷ്യൽ ഹൈലൈറ്റ് ആണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊക്കെ ഇട്ടു. ആവശ്യത്തിന് കയറിയിട്ടുണ്ട്. തട്ടിപ്പൊത്തി കഴിഞ്ഞു. ഇത്രേ ഉള്ളു, സെറ്റാണ് അവിയൽ. ഇനി അത് അടച്ചു വെക്കാം. പിടിക്കണം. അതെ, വെച്ചിട്ട് അടച്ച് വാഴയിലാണ് മുകളിൽ വെക്കാറ്. ഇതിപ്പം നമ്മള് ഇച്ചിരി ലേറ്റ് ആയി പോയി. വാഴയൊക്കെ ഉറങ്ങി കാണും. അപ്പൊ അതുകൊണ്ട് അടച്ചു കുഴപ്പമില്ല. അല്ല, മുഴുവനും അടയ്ക്കരുത്, മുട്ട ഉള്ളത് കൊണ്ടേ. അല്ല, ആവി പോകണം. അല്ലെ ഈർപ്പം നിന്ന് വെള്ളം താഴത്തോട്ട് വീഴും. അത് എന്ത് സാധനമാണേലും അങ്ങനെ വേണം. അടച്ചു കഴിഞ്ഞാൽ ഫുൾ അടയ്ക്കരുത്, കുറച്ച് ആവി പോകണം. അതിൻ്റെ അകത്തുനിന്ന് ഇറ്റിറ്റിട്ട് പിന്നെ അതിൻ്റെ ഒരു നാച്ചുറൽ കൺസിസ്റ്റൻസി പോകും അല്ലേ? അതാണ്. എന്തൊക്കെയാണ് തരും എന്ന് ഞാൻ വിളിച്ചു പറയുന്നത്. അപ്പൊ എന്തായാലും ഈ മുട്ട അവിയൽ, ശ്രീദേവി കൊച്ചമ്മാസ് മുട്ട അവിയൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇനി ഇതിനു മുന്നേ എവിടെയെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. മുട്ടയായിട്ട് ഹോളൊക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെനിക്ക് ഒന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ചോറ് മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു ഡിഷാണ്. മുട്ടയുള്ളത് ദോശയുടെ കൂടെ. എന്റെ മക്കൾക്ക് സ്ഥിരം മുട്ടയവിയലായിരുന്നു. അതാണ് ഇവിടെ പപ്പൻചേട്ടനെ കൊച്ചപ്പന്റെ തടിയുടെ രഹസ്യം മുട്ട അവിയൽ. നോ ബോൺവിറ്റ, നോ മാൾട്ടോവ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക, കമന്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. അപ്പം വീണ്ടും ഇതുപോലെയുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള വ്ലോഗുകളുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ടാറ്റ പറയാം. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ.